കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ.